നമസ്കാരം. ലോകത്ത് വിവിധയിടങ്ങളിൽ പടർന്നു പന്തലിച്ച മാനവിക സംസ്കാരങ്ങൾ പലയിടങ്ങളിലും നഗരങ്ങൾ സ്ഥാപിച്ചിരുന്നു. നദീതീരങ്ങളിലും കടൽക്കരയിലും ഫലഭൂയിഷ്ഠമായ താഴ്വരകളിലും ഇങ്ങനെയെല്ലാം. ചരിത്രത്തിൽ ഒരു സമയം വളരെ സജീവമായി നിലനിന്ന ഇവയിൽ ചിലത് പിന്നീട് മറയപ്പെട്ടു. ഇവയെപ്പറ്റിയുള്ള ഓർമ്മകളും രേഖകളും മാത്രം കുറേ കാലം നിലനിന്നു. അവയിൽ ഭൂരിഭാഗത്തെയും ഗവേഷകർ പര്യവേക്ഷണങ്ങളിലൂടെ കണ്ടെടുത്തു. എന്നാൽ ചിലത് നമുക്ക് ഒരിക്കലും കണ്ടെത്താനായില്ല. ഇതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ നിലച്ചു. അവയെ ഗവേഷകർ നഷ്ടനഗരങ്ങൾ അല്ലെങ്കിൽ ലോസ്റ്റ് സിറ്റീസ് എന്ന് വിളിച്ചു. ഇത്തരത്തിൽ 2400 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ തിരച്ചിൽ നടന്നിട്ടുള്ള ഒരു നഷ്ടനഗരം പോലും നമ്മുടെ ചരിത്രത്തിലുണ്ട്. നഗരങ്ങൾക്ക് മാത്രമല്ല, ജലധാരയ്ക്ക് വേണ്ടി പോലും ഇത്തരം തിരച്ചിലുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്ന ഈ ജലധാര ഒരിക്കൽ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. പല സംസ്കാരങ്ങളിലും ഫൗണ്ടൻ ഓഫ് യൂത്തിനെ പറ്റി പരാമർശങ്ങളുണ്ട്. യുവത്വം നൽകുന്നു എന്നതിനുമുപരി മാറാരോഗങ്ങൾ പോലും മാറ്റുന്ന അത്ഭുത ജലധാരയായിട്ടാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചത്. അരുവി, വെള്ളച്ചാട്ടം, കിണർ, കുളം എന്നിങ്ങനെ പല രീതികളിൽ ഈ ജലധാരയെ വിവരിച്ചിരിക്കുന്നു. 425 BC ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വിവരണത്തിനിടെ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് നടത്തിയ ഒരു പരാമർശമാണ് ഫൗണ്ടൻ ഓഫ് യൂത്തിനെ പറ്റി യൂറോപ്പിൽ പ്രശസ്തമാക്കിയത്. പേർഷ്യൻ ചാരന്മാർ മാക്രോബിയൻസ് എന്ന ജനവിഭാഗത്തെ സന്ദർശിച്ചത്രേ. ഇന്നത്തെ എത്തോപ്യ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന മേഖലയാണ് മാക്രോബിയന്മാരുടെ രാജ്യം. അവിടെ എത്തിയ പേർഷ്യക്കാർ അമ്പരന്നു പോയി. മാക്രോബിയന്മാരിൽ പലരും 120 വയസ്സുവരെയൊക്കെ ജീവിക്കുന്നു. ഇതിൻ്റെ കാരണം അന്വേഷിച്ച പേർഷ്യക്കാരെ മാക്രോബിയന്മാരുടെ രാജാവ് ഒരു ജലധാരയിലേക്ക് കൊണ്ടുപോയി. അതിൽ കുളിക്കുന്നവരുടെയൊക്കെ ചുളിഞ്ഞ തൊലികൾ നിവർന്ന് അവരെല്ലാം സുന്ദരന്മാരായി മാറി. ഹെറോഡോട്ടസ് ഇത് ഭാവനയിൽ കണ്ടെത്തി എഴുതിയതാണെന്നാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത്. എത്തോപ്യൻ തീരത്തേക്ക് നാവിക പര്യവേക്ഷണങ്ങൾ നടന്നു. എന്നാൽ അവിടെയൊന്നും ഇത്തരമൊരു ജലധാര കണ്ടെത്താൻ സാധിച്ചില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈനികരിൽ ചിലർ മധുരമുള്ള വെള്ളമുള്ള ഒരു നദിയിൽ ഇറങ്ങിയെന്നും അവരെല്ലാം പൊടുന്നനെ യുവാക്കളായി മാറിയെന്നും ഫ്രഞ്ച് ഭാഷയിൽ ചില കെട്ടുകഥകളുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.